വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനവുമായി LDF മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഇരിട്ടി EK നായനാർ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ നഷ്ടമായ മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാകും മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്നും അദ്ദേഹം പറഞ്ഞു. വാഗ്ദാനങ്ങൾ വെറും വാക്കുകളല്ല, മറിച്ച് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തമാണെന്ന് LDF തെളിയിച്ചിട്ടുണ്ട്. നവകേരള നിർമ്മിതി ലക്ഷ്യമിട്ടുള്ള വികസന തുടർച്ചയ്ക്കായി ജനങ്ങൾ ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിലേറ്റുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓരോ ദിവസവും ഇനി വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ്. താഴെ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഫലപ്രദമായി ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സാധിക്കും. സഖാവ് ശൈലജ ടീച്ചർ ഇവിടെ നിർത്തുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് സഖാവ് ശൈലജയെ ഞങ്ങൾ ഇവിടെ നിർത്തുന്നത്. CPIM ഇരിട്ടി ഏരിയ സെക്രട്ടറി KV സക്കീർ ഹുസൈൻ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. NCP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അജയൻ പായം അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ വിവിധ ഘടകകക്ഷി നേതാക്കൾ സംസാരിച്ചു. CPIM നേതാക്കളായ N ചന്ദ്രൻ, വത്സൻ പനോളി, ബിനോയ് കുര്യൻ, M രാജൻ, CT അനീഷ് എന്നിവരും CPI പ്രതിനിധികളായ V ഷാജി, ബാബുരാജ് പായം, CP മുരളി എന്നിവരും പ്രസംഗിച്ചു. വിവിധ ഘടകകക്ഷി നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. മണ്ഡലത്തിന്റെ പുരോഗതിക്കും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിനും ഇടതുപക്ഷത്തിന്റെ വിജയം അനിവാര്യമാണെന്ന് ചടങ്ങിൽ സംസാരിച്ചുകൊണ്ട് KK ശൈലജ ടീച്ചർ പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാനം കൈവരിച്ച വികസന നേട്ടങ്ങൾ പേരാവൂരിലെ വോട്ടർമാരിലേക്ക് എത്തിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ടീച്ചർ വിശദീകരിച്ചു. MLA-മാർ കൈകാര്യം ചെയ്യുന്ന മറ്റ് മണ്ഡലങ്ങളുടെ സ്ഥിതിയിലേക്ക് പേരാവൂരിനെ വളർത്തിയെടുക്കുന്നതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്ന ഇലക്ഷൻ മാനിഫെസ്റ്റോവിൽ എന്തൊക്കെയാണ് ഈ പേരാവൂർ മണ്ഡലത്തിന് വേണ്ടി LDF വിജയിച്ചു വന്നാൽ ചെയ്യുക എന്നത് വ്യക്തമായി സൂചിപ്പിക്കും. ഒരുപാട് വികസന സാധ്യതയുള്ള മണ്ഡലമാണ് പേരാവൂർ. ഞാൻ ഒരു തവണ പേരാവൂർ MLA ആയിട്ടുണ്ട്. ആ സമയത്ത് തുടക്കം കുറിച്ചതും പൂർത്തിയാക്കിയതുമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. തുടക്കം കുറിച്ചിട്ടുള്ള മെഗാ ടൂറിസം പദ്ധതി പഴശ്ശി അണക്കെട്ടിന്റെ കരയിൽ, അത് നമുക്കൊരു വലിയ പദ്ധതിയായിട്ട് ഇപ്പോൾ മട്ടന്നൂർ മണ്ഡലത്തിലെ കല്യാട് ആരംഭിച്ച എക്കോ പ്ലാനറ്റ് പോലെ അതിൻ്റെ ഒരു ഭാഗമായി തന്നെ വലിയ തോതിൽ നമുക്ക് നടപ്പാക്കാൻ സാധിക്കും. ആറളത്തെ പുനരധിവാസ മേഖലയിൽ ആറളം ഫാമിനെ ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കൃഷി ഫാമായി മാറ്റുന്നതിനുള്ള മാസ്റ്റർ പ്ലാൻ നമ്മൾ തയ്യാറാക്കുകയാണ്. പുനരധിവാസ മേഖലയിലെ ഭൂമി ലഭ്യമായിട്ടുള്ള ആദിവാസി സഹോദരങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ടൗൺഷിപ്പ് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള പദ്ധതിയും നമ്മുടെ ചിന്തയിലുണ്ട്. അതുപോലെ ടൂറിസം മേഖലയിൽ പിൽഗ്രിമേജ് ടൂറിസത്തിന് ഏറ്റവും സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് നമ്മുടേത്. കൊട്ടിയൂർ അമ്പലമുണ്ട്. കുടിയേറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള പുരാതനങ്ങളായിട്ടുള്ള പള്ളികളുണ്ട്. വളരെ പഴക്കം ചെന്ന മുസ്ലിം ദേവാലയങ്ങളുണ്ട്. വിവിധ മതവിശ്വാസികൾ അവിടെയെല്ലാം ആരാധനക്കായി നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. അത്തരം കേന്ദ്രങ്ങളെല്ലാം ചേർത്തുകൊണ്ട് പിൽഗ്രിമേജ് ടൂറിസം പദ്ധതി രൂപം കൊടുക്കുന്നതിന് LDF തയ്യാറാവും. കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ഇന്നത്തെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയുണ്ട്. സർക്കാർ കുറേ കാര്യങ്ങൾ അവിടെ സ്വമേധയാ ചെയ്തിട്ടുണ്ട്. എന്നാൽ ശബരിമല മാസ്റ്റർ പ്ലാൻ പോലെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പ്രവർത്തിക്കേണ്ടുന്ന ഒരവസരമാണ് കൊട്ടിയൂരിനെ സംബന്ധിച്ച്. ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും കൂടുതലായിട്ട് വരുന്നത്. നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രവർത്തകരാണ് കൺവെൻഷനിൽ അണിനിരന്നത്. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.